കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേൾക്കാം. ഒരിക്കൽ കുഞ്ഞനാനയായ കുട്ടുവും കുഞ്ഞിത്തത്തമ്മയായ ടിങ്കുവും മഞ്ഞണിക്കാട്ടിൽ അങ്ങനെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ഒരു ദിവസം നല്ല മഴയും ഇടിമിന്നലുമൊക്കെയുള്ള ഒരു രാത്രിയിൽ, എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് ആരുടെയോ ശബ്ദം അവർ കേട്ടു. ആരോ സഹായത്തിന് വിളിക്കുന്നുണ്ടല്ലോ, നമുക്കൊന്ന് പോയാലോ? കുട്ടു പറഞ്ഞു. പക്ഷേ രാത്രി ആയതുകൊണ്ട് ടിങ്കുവിന് പോവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടുപേരും കൂടി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു ചെന്നു. ദാ ഒരു പാവം മൂങ്ങക്കുഞ്ഞ് മരത്തിന് താഴെയിരുന്ന് കരയുന്നു. എൻ്റെ അമ്മയെ കാണുന്നില്ല, എനിക്ക് പേടിയാവുന്നു, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? മൂങ്ങക്കുഞ്ഞ് കരഞ്ഞു പറഞ്ഞു. അമ്മയെ അവസാനമായി കണ്ടത് കാട്ടിലുള്ള ഒരു പഴയ കൊട്ടാരത്തിനടുത്ത് വെച്ചാണ് എന്നവൻ പറഞ്ഞു. മൂങ്ങക്കുഞ്ഞു പറഞ്ഞ ആ പഴയ കൊട്ടാരത്തിലേക്ക് കുഞ്ഞി തത്തമ്മയും കുഞ്ഞനാനയും മൂങ്ങക്കുഞ്ഞും കൂടി യാത്രയായി. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി. കുട്ടു കൊട്ടാരത്തിൻ്റെ വാതിൽ തള്ളി തുറന്നു. ഉള്ളിൽ നല്ല ഇരുട്ടാണ്. കൊട്ടാരത്തിനുള്ളിൽ നിറയെ ഇരുണ്ട വലിയ മുറികളാണ്. അവർ ഓരോ മുറികളും കയറി ഇറങ്ങി നടന്നു. ചുറ്റും ചീവീടുകളുടെ ശബ്ദം. മൂന്നുപേരും വല്ലാതെ പേടിച്ചു. പെട്ടെന്ന് എന്തോ ചീറ്റുന്ന ശബ്ദം. നോക്കിയപ്പോഴുണ്ടല്ലോ, ഒരു വലിയ പാമ്പ് തല ഉയർത്തി പത്തി വിടർത്തി അങ്ങനെ നിൽക്കുന്നു. പാമ്പിനെ ശല്യപ്പെടുത്താതെ അവർ പതുക്കെ അവിടുന്ന് വീണ്ടും മുന്നോട്ടിറങ്ങി. അടുത്ത മുറിയിലൊക്കെ നോക്കി. ദാ കുറച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഒരു മുറിയിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നു. അവർ നോക്കിയപ്പോ ദാ മൂങ്ങയമ്മ ഒരു പഴയ വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. അയ്യോ, എങ്ങനെ രക്ഷിക്കും? ഉടൻ തന്നെ കുട്ടു എന്ത് ചെയ്തെന്നോ, അവൻ്റെ കൊച്ചു തുമ്പിക്കൈ കൊണ്ട് വലക്കണ്ണികൾ വലിച്ചു വലിച്ചങ്ങ് അകത്തി. കുഞ്ഞി തത്തമ്മ തൻ്റെ ചുണ്ടും നഖങ്ങളും ഒക്കെ കൊണ്ട് വലയുടെ ഭാഗങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അങ്ങനെ ഒടുവിലവർ മൂങ്ങമ്മയെ രക്ഷിച്ചു. അവർ അവിടെ കാവൽ നിന്ന പാമ്പ് കാണാതെ വേഗം പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. കുഞ്ഞു മൂങ്ങ സന്തോഷത്തോടെ മൂങ്ങമ്മയെ കെട്ടിപ്പിടിച്ചു. മൂങ്ങമ്മയും കുഞ്ഞു മൂങ്ങയും ടിങ്കുവിനും കുട്ടുവിനും ഒരുപാട് നന്ദി പറഞ്ഞു. കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. എല്ലാവരും ഓടി വന്ന് ടിങ്കുവിനെയും കുട്ടുവിനെയും ഒരുപാട് അഭിനന്ദിച്ചു. ഇനിയും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് സന്തോഷത്തോടെ അഭിമാനത്തോടെ അങ്ങനെ ടിങ്കുവും കുട്ടുവും വീട്ടിലേക്ക് യാത്രയായി. കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ആപത്തുകൾ ഉണ്ടാകുമ്പോൾ നല്ല ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. എന്നാൽ നമ്മുടെ സുരക്ഷിതത്വം കൂടി നാം ശ്രദ്ധിക്കണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.